ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള മത്തിക്കറി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ഒരു 10 ചുവന്നുള്ളി ഒന്ന് രണ്ടോ മൂന്നോ ആയിട്ട് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി കൊത്തിയരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2 ചെറിയ കുടംപുളിയുടെ കഷ്ണം. ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർക്കുന്നില്ല കേട്ടോ. ചൂടായി. അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, സവോള ഇത്രയും കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കതൊന്ന് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഞാൻ 1/2 കിലോ മത്തിയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്ര ചാറ് വേണോ അതിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാവേ. ഒന്ന് വെന്ത് കുറുകി വരാനുള്ള അല്പം വെള്ളം കൂടുതൽ വേണം. ഇനി ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 2 കഷ്ണം, ചെറിയ കഷ്ണമേ ഉള്ളൂ, കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ ചേർത്ത് ആവശ്യത്തിന് വേവിച്ച് അതിൻ്റെ ചാറൊക്കെ കുറുകി വരുന്നവരെ വേവിച്ചിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മസാലയെല്ലാം യോജിച്ച് ഇതിൻ്റെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടത് നന്നായിട്ട് മൂടി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ച് വറ്റി അതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക് യു.